عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال تعالى: يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. وقال تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. صدق الله العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ ഇൽമിന്റെ പേരിലുള്ള നമ്മളുടെ ഇരുത്തത്തെ പരിപൂർണമായി ഖബൂലാക്കുമാറാകട്ടെ. അല്ലാഹു തആല ഇൽമിനോടുള്ള സ്നേഹവും അടുപ്പവും നമ്മുടെ ഹൃദയങ്ങളിൽ നിലനിർത്തി തരുമാറാകട്ടെ. ഇൽമനുസരിച്ചിട്ട് അമൽ ചെയ്യുന്ന, ആ അമല് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന നല്ല ദാഇകളായി അല്ലാഹു നമ്മളെയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതങ്ങളെ അല്ലാഹുവിന് പൊരുത്തപ്പെട്ട നിലയിൽ പരിപൂർണമായും കഴിച്ചുകൂട്ടാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, റമദാൻ മാസത്തിന്റെ അവസാന നാളുകളിലൂടെയാണ് നാം ഇപ്പോൾ നടന്നു നീങ്ങുന്നത്. ഇനി അവശേഷിക്കുന്ന ചില്ലറ ദിവസങ്ങൾ മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു കനിഞ്ഞരുളിയിരിക്കുന്ന ഈ സൗഭാഗ്യം ഇനി ഒരിക്കൽ നമുക്ക് ലഭിക്കുമോ എന്ന് ഉറപ്പില്ലാത്ത ഈ ഔദാര്യം ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ അതിനെ നല്ലതുപോലെ വിനിയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലാഹുവിന്റെ അടിമകളായ നമ്മൾ അവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഒരുപക്ഷെ നമ്മളുടേതായ സുഖങ്ങളും സൗകര്യങ്ങളുമൊക്കെ മാറ്റിവെച്ചിട്ടാണെങ്കിലും കഠിനാധ്വാനം ചെയ്യേണ്ട രാത്രികളും പകലുകളുമാണ്. അങ്ങനെ നാം ആത്മാർത്ഥമായി അല്പം അധ്വാനിക്കാൻ തയ്യാറായാൽ മരണത്തോടുകൂടി തുടങ്ങാൻ പോകുന്ന പരലോകത്ത്, പാരത്രിക ജീവിതത്തിൽ ഒരിക്കലും അവസാനിക്കാത്ത സുഖസൗകര്യങ്ങൾ അല്ലാഹു നമുക്ക് നൽകും. അല്ലാഹു നമുക്കൊക്കെ അത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ദീർഘമായ നിലയിൽ അധ്വാനം ചെയ്ത, ഉറക്കമൊഴിയുകയും പട്ടിണി കടക്കുകയും ചെയ്ത അടിയാറുകൾ പരലോകത്തിന്റെ പ്രഥമ പടിയായ ഖബറിലെത്തി വിശ്രമം കൊള്ളും.
സ്വർഗത്തിലേക്കുള്ള വാതിൽ തുറക്കുന്ന നല്ല നാളും കാത്ത് സന്തോഷത്തോടുകൂടി അവരവിടെ കഴിഞ്ഞുകൂടും. ആ ഖബറിലാണ് വാസ്തവത്തിൽ മുഅ്മിനീങ്ങളായ നമുക്ക് വിശ്രമമുള്ളത്, സ്വൈരതയോടുകൂടിയുള്ള സ്വസ്ഥതയോടുകൂടിയുള്ള രാപ്പാർക്കലുള്ളത്. അവിടെ നമുക്ക് സന്തോഷത്തോടുകൂടി ഖബർ ജീവിതം നയിക്കാൻ സാധിച്ചാൽ പരലോകത്തിന്റെ അങ്ങോട്ടുള്ള എല്ലാ ഇടങ്ങളിലും നമുക്ക് വിജയമായിരിക്കും, സ്വസ്ഥതയായിരിക്കും, സമാധാനമായിരിക്കും. അതുകൊണ്ട് ആഖിറത്തെ സംബന്ധിച്ചിട്ട്, മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചിട്ട് അധികമായി ഓർക്കുകയും അവിടെ കിട്ടാൻ പോകുന്ന സുഖങ്ങളിൽ ആശ വർദ്ധിപ്പിക്കുകയും ആ മനസ്സ് മുഖേന നമ്മുടെ ദുനിയാവിന്റെ ജീവിതത്തിലെ കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിക്കാനുള്ള ക്ഷമ അവലംബിക്കുകയും വേണം. റമദാനിന്റെ അവസാനത്തെ നാളുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ തരത്തിൽ സ്വന്തമായി ഇബാദത്തുകൾക്ക് വേണ്ടി കച്ചകെട്ടിയിറങ്ങുകയും അരമുറുക്കിക്കെട്ടുകയും തങ്ങളുടെ കുടുംബത്തെ അതിനായി തങ്ങൾ പ്രേരിപ്പിക്കുകയും ചെയ്തു. കുടുംബങ്ങളെ അള്ളാഹുവിന്റെ ഇബാദത്തിലേക്കായി തങ്ങൾ ഉണർത്തിവിടുകയും ചെയ്തു. അള്ളാഹു തആല ഈ ദിവസങ്ങളെ നല്ല നിലയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്കൊക്കെ തൗഫീഖ് തരുമാറാകട്ടെ. റമദാനിന്റെ സുന്ദര നാളുകൾ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന അവസ്ഥയിൽ നമ്മളെ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. റമദാൻ ഏതെങ്കിലും നിലയിൽ പ്രതികൂലമായി സാക്ഷി നിൽക്കേണ്ട ദുർഗതിയിൽ നിന്നും അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ കുറേ ദിവസങ്ങളായി ദീനിന്റെ ഇൽമിനെ സംബന്ധിച്ചിട്ട് പറയുന്നു, കേൾക്കുന്നു. പറയുന്നതും കേൾക്കുന്നതും അത്തരം സദസ്സിലിരിക്കുന്നതുമൊക്കെ പുണ്യകർമ്മമാണ്. റമദാനിൽ നമ്മൾ ചെയ്യുന്ന മറ്റ് കർമ്മങ്ങളോടൊപ്പം നമുക്ക് അനുഷ്ഠിക്കാവുന്ന ഒരു പുണ്യകർമ്മമാണ് ഇൽമു പഠിക്കുക, ഇൽമു പഠിപ്പിക്കുക എന്നത്. എന്നാൽ ഈ ഇൽമ് നമ്മുടെ ജീവിതങ്ങളിൽ എത്രത്തോളം അമലായി മാറുന്നു എന്ന് നമ്മൾ വിലയിരുത്തണം, ആത്മപരിശോധന നടത്തണം. പ്രസംഗങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ലാത്ത സമുദായമാണ് നമ്മുടെ സമുദായം. പ്രസംഗങ്ങൾ കേൾക്കാനും കേൾപ്പിക്കാനും നമ്മുടെ സമുദായത്തിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. എന്നാൽ ആ പ്രസംഗങ്ങൾ എത്രത്തോളം നമ്മുടെ ഹൃദയങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നു, നമ്മുടെ മനസ്സിനെ പരിവർത്തനത്തിന് വിധേയമാക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ അതിന്റെ മാറ്റങ്ങൾ എത്രത്തോളം കാണുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ മനുഷ്യ സമൂഹത്തിന് അവതരിപ്പിച്ചു കൊടുത്തത് ഖുർആനിന്റെ വരികൾ ഓതി സമൂഹത്തെ ഉത്ഭുതരാക്കാൻ വേണ്ടിയിട്ടാണ്. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ഖുർആനിന്റെ വരികൾ ഓതിക്കേൾപ്പിക്കണം. ഓതിക്കേൾപ്പിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ അത് കേൾക്കുന്ന ആളുകളുടെ, പറയുന്ന ആളുകളുടെ മനസ്സ് ശുദ്ധിയാകണം. യുസക്കീഹിം, തസ്കിയത്തുണ്ടാകണം. അങ്ങനെ തസ്കിയത്തില്ലാത്ത, പരിശുദ്ധി പ്രാപിക്കാൻ കഴിയാത്ത കേവല പ്രസംഗങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ ചിലപ്പോൾ നിനക്ക് പ്രതികൂല സാക്ഷിയാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഹുജ്ജത്തുല്ലാഹി അല ഇബ്നി ആദം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അത്തരം ഇൽമും ഇൽമിയായ പ്രഭാഷണങ്ങളും പ്രബോധന പ്രസംഗങ്ങളുമൊക്കെ ചിലപ്പോൾ ഹുജ്ജത്തുല്ലാഹി അല ഇബ്നി ആദം, ആദം സന്തതിയുടെ മേൽ എതിര് സാക്ഷിയായി വരുന്നതാണ് നാളെ പരലോകത്ത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മിഅ്റാജിന്റെ രാത്രിയിൽ ആകാശാരോഹണം നടത്തിയപ്പോൾ സ്വർഗ നരകങ്ങളുടെ നേർക്കാഴ്ചകൾ കാണാൻ അവസരം ലഭിച്ചപ്പോൾ ചില ആളുകളെ ഞാൻ ഇങ്ങനെ കണ്ടു എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അവരുടെ ചുണ്ടുകൾ തീയിനാലുള്ള കത്രികയിലൂടെ മുറിക്കപ്പെടുകയാണ്. ഇപ്രകാരം ചുണ്ടുകളെ കത്രിക കൊണ്ട് മുറിക്കപ്പെടുന്ന ആളുകൾ എന്ത് കുറ്റമാണ് ചെയ്തതെന്ന് അന്വേഷിച്ചപ്പോൾ അവർ വാതോരാതെ പ്രസംഗിക്കുകയായിരുന്നു. പക്ഷെ ആ പ്രസംഗം അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നില്ല. അന്നഹും യഖൂലൂന മാ ലാ യഫ്അലൂൻ, അവർ പ്രവർത്തിക്കാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അഥവാ അവർ പറയുന്ന കാര്യങ്ങളും അവരുടെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. വെറുതെ പറയുകയും വെറുതെ കേൾക്കുകയും ചെയ്യുന്നത് നാളെ പരലോകത്ത് ഈ നിലയിൽ നന്മയ്ക്ക് പകരം ശിക്ഷ വരാൻ ഇടയാക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറെ ദിവസങ്ങളായി ഖുർആനിന്റെയും ഹദീസിന്റെയും വ്യാഖ്യാനക്കുറിപ്പുകളിലൂടെ വിശുദ്ധ ദീനിന്റെ നിയമവശങ്ങളെ സംബന്ധിച്ചിട്ടും അത് നമുക്ക് നൽകുന്ന പ്രചോദനങ്ങളെക്കുറിച്ചിട്ടും ഒക്കെ പറയുകയും കേൾക്കുകയും ചെയ്യുകയാണ്.
ഇത് ഇവിടുന്ന് അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായി സ്വാധീനം ചെലുത്തുകയും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അടിമുടി മാറ്റത്തിന് വിധേയമാക്കാൻ പര്യാപ്തമാവുകയും വേണം. നമ്മുടെ വിശ്വാസത്തിൽ, പ്രവർത്തനത്തിൽ, ആചാരത്തിൽ, അനുഷ്ഠാനത്തിൽ, പരസ്പരമുള്ള ബന്ധത്തിൽ, കൊടുക്കൽ വാങ്ങലുകളിൽ, ഇടപാടുകളിൽ, സാമൂഹിക രംഗത്തുള്ള, രാഷ്ട്രീയ രംഗത്തുള്ള നമ്മുടെ ബന്ധങ്ങളിലൊക്കെ തന്നെ അള്ളാഹുവിനെ ഭയക്കുവാനും അള്ളാഹുവിന്റെ നിയമങ്ങളെ സൂക്ഷിക്കുവാനുമുള്ള ഒരു പിൻബലവും പ്രചോദനവും നമുക്ക് ഈ സദസ്സുകളിൽ നിന്ന് ലഭിക്കണം. അള്ളാഹു എനിക്ക് നിങ്ങൾക്കും അതിന് തൗഫീഖ് തരുമാറാകട്ടെ. അബൂ മൻസൂർ എന്ന പേരിൽ ഒരു വലിയ പണ്ഡിതനുണ്ടായിരുന്നു. പ്രഭാഷകനാണ് അദ്ദേഹം, ലോകപ്രസിദ്ധനായ പ്രഭാഷകൻ. 50 വർഷക്കാലത്തോളം സുദീർഘമായ നിലയിൽ സമൂഹത്തെ തസ്കിയത്ത് ചെയ്യാൻ ശ്രമിച്ചു അദ്ദേഹം പ്രഭാഷണ പരമ്പരകളിലൂടെ. അബൂ മൻസൂറിന്റെ വഅദ് ചരിത്ര പുസ്തകങ്ങളിലൊക്കെ സുപ്രസിദ്ധമായി ഇന്നും ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. 50 വർഷക്കാലത്തോളം ദീർഘമായ നിലയിൽ സമൂഹത്തെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയ പ്രഭാഷണത്തെക്കുറിച്ചിട്ട് ഒരിക്കൽ സ്വന്തമായി വിലയിരുത്തണമെന്ന് അദ്ദേഹത്തിന് തോന്നി. ഒന്ന് ആത്മപരിശോധന നടത്തണം. ആളുകൾക്ക് ഞാൻ ഒരുപാട് പ്രസംഗം കേൾപ്പിച്ചു, അത് എത്രത്തോളം അവരെ സ്വാധീനിച്ചിട്ടുണ്ട്, അവരുടെ ജീവിതത്തിൽ എത്രത്തോളം അത് പ്രാവർത്തികമായിട്ടുണ്ട് എന്നറിയാൻ ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം വേഷപ്രച്ഛന്നനായി സമൂഹത്തിലെ ഇതര വിഭാഗത്തെ സമീപിച്ചു, ഓരോരുത്തരെയും സമീപിച്ചു. എന്റെ സദസ്സിൽ സദാ സഹവസിക്കുകയും എന്റെ പ്രസംഗങ്ങൾ ആവേശത്തോടുകൂടി കേൾക്കുകയും അതിന്റെ പ്രചാരകന്മാരായി മാറുകയും ചെയ്തിട്ടുള്ള ആളുകളിൽ പലരെയും അദ്ദേഹം നേരിട്ട് സമീപിച്ചു. ഞാൻ ആരാണെന്ന് അവർക്കറിയില്ല. ആദ്യമായി ഒരു വായനശാലയിൽ പോയി, ഒരു ലൈബ്രറി. അവിടെ കിതാബുകൾ വായിക്കുകയും എഴുതുകയും ചെയ്യുന്ന ഒരാളെ കണ്ടു. അദ്ദേഹം അത്യാവശ്യം സാഹിത്യങ്ങളും മറ്റുമൊക്കെ ജനങ്ങൾക്ക് വേണ്ടി എഴുതി സമർപ്പിക്കുന്ന വ്യക്തിയാണ്. എഴുത്തുകാരനായി സഹോദരനെ സമീപിച്ചിട്ട് പരിചയപ്പെട്ടിട്ട് അബൂ മൻസൂറിനെ നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചു. അറിയാലോ, അദ്ദേഹം വലിയ പ്രാസംഗികനല്ലേ, എങ്ങനെയുണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം? തരക്കേടില്ല, നല്ല പ്രസംഗമാണ്. ആ പ്രസംഗത്തെ സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് നല്ല അഭിപ്രായമാണെങ്കിൽ അത് കേൾക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ എന്ത് സ്വാധീനമാണ് ഉണ്ടാക്കിയതെന്ന് പറയാൻ കഴിയുമോ? നിങ്ങൾക്ക് സ്വന്തമായി ആ പ്രസംഗം കേട്ടപ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടായത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങനെ അതിനെക്കുറിച്ചിട്ട് ആലോചിച്ചിട്ടില്ല. ഞാനൊരു സാഹിത്യകാരനാണ്, എഴുത്തുകാരനാണ്. അബൂ മൻസൂറിന്റെ പ്രസംഗം നല്ല സാഹിത്യ ധോരണിയാണ്. അത് ലേഖകൻ എന്ന നിലയിൽ ശേഖരിച്ച് എന്റെ ലേഖനത്തിൽ ഞാൻ ചേർക്കുകയാണ് പതിവ്. അല്ലാതെ ആ പ്രസംഗം എന്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന കാര്യം ഞാൻ ആലോചിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം യാത്ര ചെയ്തു കണ്ടുമുട്ടിയ കക്ഷി ഒരു കവിയായിരുന്നു. അദ്ദേഹം കവിതകൾ സ്വന്തമായി രചിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അബൂ മൻസൂർ അദ്ദേഹത്തെ കണ്ടുമുട്ടി. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് അബൂ മൻസൂറിനെ അറിയോ? അറിയാം, വലിയ പ്രാസംഗികനാണ്, ജനസ്വാധീനമുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞു. ഇതുപോലെ അദ്ദേഹത്തോടും മാറ്റത്തെ സംബന്ധിച്ചിട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ അങ്ങനൊന്നും ആലോചിച്ചിട്ടില്ല. പ്രസംഗം കുറെ കേൾക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ ഉദ്ധരിക്കാറുള്ള ഉപമകള്, ഉദാഹരണങ്ങള്, ഫലിതങ്ങള്, അതൊക്കെ ഞാൻ എന്റെ കവിതയിൽ ചേർക്കും. അതിനുവേണ്ടിയാണ് ഞാൻ പലപ്പോഴും ആ പ്രസംഗത്തെ ഉപയോഗപ്പെടുത്തിയത്. നിങ്ങൾ പറഞ്ഞതുപോലെ ഞാനത് ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. വീണ്ടും അദ്ദേഹം അന്വേഷണത്തിന് വേണ്ടിയുള്ള യാത്ര തുടർന്നു. അതിൽ അദ്ദേഹം കണ്ടെത്തിയത് ഒരു സാധാരണക്കാരനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രകൃതി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് തമാശ പറയുന്നത് വലിയ ഇഷ്ടമാണ്. തമാശ പറയുന്നത് വലിയ ഇഷ്ടമാണ്, ഫലിതങ്ങൾ വലിയ ഇഷ്ടമാണ്. അങ്ങനെ ഒരു പ്രകൃതക്കാരനെ കണ്ടുമുട്ടി. അദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ, നിങ്ങൾക്ക് അബൂ മൻസൂറിന്റെ പ്രസംഗം കൊണ്ട് എന്ത് മാറ്റമാണ് ഉണ്ടായത് എന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ പൊതുവെ ആ പ്രസംഗത്തിലെ ഫലിതങ്ങൾ മാത്രമാണ് ശ്രദ്ധിക്കാറുള്ളത്. അത് കേൾക്കുമ്പോൾ ഇങ്ങനെ കുലുങ്ങിച്ചിരിക്കാൻ, ഊറിച്ചിരിക്കാൻ ഇഷ്ടപ്പെടും. അതിന്റെ അപ്പുറവും ഇപ്പുറമൊന്നും അങ്ങനെ അധികം ശ്രദ്ധിച്ചിട്ടില്ല. നിരാശപ്പെട്ടു. ആളുകൾ ഓരോരുത്തരും എന്റെ ഇത്രയും കൊല്ലത്തെ പ്രസംഗത്തെ എങ്ങനെയാണ് വിലയിരുത്തിയത്, എങ്ങനെയാണ് ഉൾക്കൊണ്ടത്? അദ്ദേഹം പിന്നെയും അന്വേഷണത്തിന്റെ ഇടയിൽ തന്റെ പ്രസംഗങ്ങളിൽ മൈക്ക് ഓപ്പറേറ്ററായി വർക്ക് ചെയ്തിരുന്ന ആളെ സമീപിച്ചു. നീയാണല്ലോ ഏറ്റവും കൂടുതൽ പ്രസംഗം കേട്ടത്, ഇത്രയും കൂടുതൽ പ്രസംഗം കേട്ടതിൽ നിന്നും നിനക്ക് എന്ത് മാറ്റമുണ്ടായി? എന്ത് മാനസികാവസ്ഥയാണ് നിനക്ക് പ്രസംഗത്തിന്റെ പേരിൽ ഉണ്ടായത് എന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആകെ ചിന്തിക്കാറുള്ളത് ആ പ്രസംഗം ഘോരഘോരം മുഴങ്ങുന്നതിനിടയിൽ എന്റെ സെറ്റിംഗ്സിന്റെ ഇടയിലൂടെ അപശബ്ദങ്ങളൊന്നും ഉണ്ടാകരുത്, വേറെ കൂക്കും വിളിയൊന്നും ഉണ്ടാകരുത്. ആ ഒരൊറ്റ കോൺസെൻട്രേഷൻ മാത്രമേ എനിക്കുണ്ടായിട്ടു. അല്ലാതെ ഈ പ്രസംഗവും പ്രസംഗത്തിന്റെ വിഷയങ്ങളുമൊന്നും എന്റെ മനസ്സിനെ സ്വാധീനിച്ചിട്ടില്ല. നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട്, ഒരാൾ പ്രസംഗിക്കാൻ വേണ്ടി ഒരു സ്റ്റേജിൽ കയറി നിന്നു.
അയാൾ പ്രസംഗം തുടങ്ങാൻ വേണ്ടി വരുമ്പം കുറച്ച് ആളുകളൊക്കെ സദസ്സിലുണ്ടായിരുന്നു. ഞാനിപ്പോ ഇന്ന് പ്രസംഗിക്കാൻ വേണ്ടി നോക്കുമ്പോൾ എന്നെ അറിയുന്ന എന്റെ സുഹൃത്ത് പറഞ്ഞ് സദസ്സിലേക്ക് നോക്കണ്ട, കുനിഞ്ഞു നടന്നോന്ന്. സദസ്സിലേക്ക് നോക്കി ആളില്ലാന്ന് കാണുമ്പോൾ ചിലപ്പോൾ പ്രസംഗിക്കണ്ടെന്ന് തോന്നിയാൽ അതുകൊണ്ട് കുനിഞ്ഞു നടന്നോന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞ പോലെ ആദ്യം പ്രസംഗിക്കാൻ വന്നപ്പോ കുറച്ച് ആളുകളുണ്ടായിരുന്നു. പ്രസംഗം തുടങ്ങിയപ്പം പ്രസംഗത്തിന്റെ മഹബ് കൊണ്ട് ഓരോരുത്തരായിട്ട് ഇറങ്ങിപ്പോയി. അവസാനം സദസ്സ് കാലിയായി, ആരുമില്ലാതെയായി. ആരുമില്ലാത്ത ഈ സദസ്സിൽ ഏതായാലും പഠിച്ചു വച്ച പ്രസംഗം പറഞ്ഞു തീർക്കണ്ടേ, അങ്ങനെ അയാൾ ഘോരഘോരം പ്രസംഗിച്ചു തീർത്തു. ഇടയ്ക്ക് അദ്ദേഹം ശരിക്കും ശ്രദ്ധിച്ചപ്പോൾ ഒറ്റൊരാള് മാത്രം ഇടത് സൈഡിൽ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. അയാൾ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും എണീച്ചു പോയി. അപ്പൊ ഈ ഒരാള് മാത്രം എന്നെ ഇത്രയും നേരം സഹിച്ചിരുന്നല്ലോ എന്ന സന്തോഷത്തോടുകൂടി പ്രസംഗം കഴിഞ്ഞപാട് അയാൾക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞു, നീയെങ്കിലും ഇത്രയും നേരം ക്ഷമിച്ചിരുന്ന് ശ്രദ്ധിച്ചെന്റെ പ്രസംഗം കേട്ടല്ലോ. അയാൾ പറഞ്ഞു, ക്ഷമിച്ചതല്ല, ഇത് എപ്പോഴാ നിർത്തുന്നതെന്ന് കാത്തിക്കായിരുന്നു. എനിക്ക് മൈക്ക് ഓഫാക്കിയിട്ട് എടുത്തിട്ട് പോകണം, ഞാൻ ഇതിന്റെ ഓപ്പറേറ്റർ ആയിരുന്നു. അപ്പൊ ഈ മൈക്ക് ഓപ്പറേറ്ററായ മനുഷ്യനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അത് മനസ്സിനെ സ്വാധീനിച്ചോ എന്നൊന്നും ഇതുവരെ ഞാൻ ആലോചിച്ചിട്ടില്ല. ഞാൻ ശ്രദ്ധിച്ചത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഇടയിൽ എന്റെ സെറ്റിൽ നിന്നും അല്ലെങ്കിൽ എന്റെ ഈ സൗണ്ട് സിസ്റ്റത്തിൽ നിന്നും അവശബ്ദങ്ങളൊന്നും ഉണ്ടാകരുതെന്ന കോൺസെൻട്രേഷൻ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പലരും പല നിലയിൽ പ്രസംഗത്തെ വിലയിരുത്തുകയും ആ നിലയിലൊക്കെ ഉൾക്കൊള്ളുകയും ചെയ്തത് ഇദ്ദേഹത്തിന് വലിയ മനോവേദനയായി, വിഷമമായി. നിരാശപ്പെട്ട അദ്ദേഹം പട്ടണത്തിൽ നിന്നും പുറത്തേക്ക് ഇങ്ങനെ അലക്ഷ്യമായി നടന്ന് ഗ്രാമത്തിന്റെ ഉൾപ്രദേശത്തേക്കെത്തി തളർന്നു ഒരു വൃക്ഷത്തിന്റെ തണലിൽ അദ്ദേഹം ഇരുന്നു. അറിയാതെ ഉറങ്ങിപ്പോയി എന്നല്ല, ബോധക്ഷയനായിപ്പോയി അദ്ദേഹം മാനസികമായി. നമുക്ക് അങ്ങനെയാണ്. ഞാൻ ഇത്രയും ദിവസം ഇത്രയും കാലം ആവേശത്തോടുകൂടി എല്ലാ ക്ഷീണവും മാറ്റിവെച്ച് ജനങ്ങളോട് പ്രസംഗിക്കുകയായിരുന്നു. ആ പ്രസംഗത്തിന്റെ ഇടയിൽ ആളുകൾ കരയുന്നു, അവർ തലയാട്ടുന്നു. കരയുകയും തലയാട്ടുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മൾ വിചാരിച്ചത് അവരുടെ മനസ്സിന് ഇങ്ങനെ മാറ്റമുണ്ടായി. അള്ളാഹു നമ്മളുടെ ഒക്കെ മനസ്സിനെ മാറ്റിത്തരുമാറാകട്ടെ. പണ്ട് ലൈല മജ്നൂനിന്റെ സംഭവത്തിൽ പറയാറുണ്ട്, മജ്നൂനിന് ലൈലയോട് അമിതമായ പ്രേമം രൂഢമൂലമായി. അതിൽ നിന്നും അവനെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചു. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് പ്രേമകഥകൾ കേൾക്കുന്നത് പോലെ ലൈല വലിയ കൊട്ടാരത്തിൽ വസിക്കുന്ന കുലീനയായ സമ്പന്നയായ ഒരു പെണ്ണാണ്. മജ്നൂനാകട്ടെ അവന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ പ്രത്യേകിച്ച് ജോലിയും വേലയും ഒന്നുമില്ലാതെ നാട്ടിൽ ഇങ്ങനെ നടന്ന് തെരുവിലൂടെ കറങ്ങി നടക്കുന്ന ഒരു സാധാരണക്കാരനാണ്. ഒരിക്കലും ഈ സാധാരണക്കാരനായി കറങ്ങി നടക്കുന്ന മജ്നൂനിന് ലൈലയെ വിവാഹം കഴിക്കാൻ അവളുടെ കുടുംബക്കാർ സമ്മതിക്കൂല. എങ്ങാനും ഏകദേശം നമ്മളോട് കിടപിടിക്കുന്ന കുഫു വെക്കുന്ന കക്ഷികളായിരുന്നെങ്കിൽ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് കഴിച്ചു കൊടുക്കാമായിരുന്നു. നമ്മളുടെ സമുദായത്തിൽ തന്നെ ചില പ്രേമകഥകളൊക്കെ നമ്മളുമായി ദുഃഖത്തോടെ പങ്കുവെക്കുമ്പോൾ അവളുടെ രക്ഷിതാക്കൾ പറയാറുള്ളതാണ്, നമ്മുടെ സ്റ്റാറ്റസിന് ഏകദേശമൊക്കെ ഒക്കുന്നതായിരുന്നെങ്കിൽ കഴിച്ചു കൊടുക്കാമായിരുന്നു. പക്ഷെ ഇതൊരു തരത്തിൽ സമ്മതിക്കാൻ പറ്റൂല. ആ തരത്തിൽ സമ്മതിക്കാൻ കഴിയാത്ത ബന്ധമായതുകൊണ്ട് ലൈലയുടെ സാമ്പത്തികമായ രാഷ്ട്രീയമായ സ്വാധീനം ഉപയോഗിച്ച് പാവപ്പെട്ട മജ്നൂനിനെ പരസ്യമായ നിലയിൽ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ മജ്നൂനിന്റെ പിതാവ് ദുഃഖാകുലനായി. മജ്നൂനിന്റെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് ശ്രമങ്ങൾ നടത്തി. അവസാനമായി അദ്ദേഹം ഈ മജ്നൂനിനെയും കൂട്ടിക്കൊണ്ട് ഹജ്ജിന് പോകാൻ നേർച്ചയാക്കി. കഅബാലയത്തിൽ പോകാം, പരിശുദ്ധ കഅബയുടെ പരിസരത്ത് പോയി അതിന്റെ ഖില്ല പിടിച്ച് അള്ളാഹുവിനോട് ആവലാതി പറയാം, ദുആ ചെയ്യാം. അങ്ങനെ മകന്റെ മനസ്സ് മാറണമെന്ന ആഗ്രഹത്തോടുകൂടി പുണ്യ ദേവാലയത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ യാത്ര ചെയ്തു. കഅബയുടെ പരിസരത്തെത്തി. ഹജറുൽ അസ്വദിന്റെയും മുൽത്തസിമിന്റെയും ബാബുൽ കഅബയുടെയും അതുപോലെ ഹിജറ ഇസ്മായിലിന്റെയും ഒക്കെ പരിസരത്ത് വാപ്പ ഈ മകനെയും കൂട്ടിക്കൊണ്ടുപോയി അവനെ നിർത്തിയിട്ട് ദുആ ചെയ്തു. അവനോട് കില്ല പിടിക്കാൻ ആവശ്യപ്പെട്ടു, ഹജറുൽ അസ്വദ് മുത്താൻ ആവശ്യപ്പെട്ടു. ആ സമയത്തൊക്കെ വാപ്പ അവന് വേണ്ടി ദുആ ചെയ്ത്, പടച്ചവനെ ഇവന്റെ മനസ്സൊന്ന് മാറ്റിത്തരണേ. ആദ്യം അലക്ഷ്യമായ നിലയിൽ ദുആയിൽ ശ്രദ്ധിച്ചിരുന്ന ഈ മകൻ കുറച്ചു കഴിഞ്ഞപ്പോൾ നന്നായി കരയുന്നത് കണ്ടു. മനസ്സ് മാറി എന്നൊരു ആശ്വാസം വാപ്പാക്കുണ്ടായി. മനസ്സ് മാറിയല്ലോ എന്നൊരു ചിന്ത, മനസ്സ് മാറിയല്ലോ എന്നൊരു ആശ്വാസത്തോടുകൂടി കർമ്മങ്ങളൊക്കെ കഴിഞ്ഞൊരു മൂലയിൽ മാറിയിരുന്നിട്ട് മോനോട് പഴയ അവസ്ഥയ്ക്കനുസരിച്ചിട്ട് അവന്റെ മനസ്സറിയാനായി. ഏതായാലും മോന്റെ മനസ്സ് മാറിയല്ലോ എന്ന ആശ്വാസത്തോടുകൂടി വാപ്പ പറഞ്ഞപ്പോൾ അവനിങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വാപ്പ വിചാരിക്കുന്ന പോലെ എന്റെ മനസ്സങ്ങനെ മാറിയിട്ടൊന്നുമില്ല. ഞാൻ കില്ലയിൽ പിടിച്ചപ്പോൾ എന്റെ മനസ്സ് എന്താ ആലോചിച്ചെന്നറിയോ? ഞാൻ എന്റെ പ്രിയപ്പെട്ട ലൈലയുടെ സാരിത്തുമ്പിൽ പിടിക്കുമ്പോൾ എനിക്ക് തോന്നി, അതാ ഞാൻ കരഞ്ഞുപോയത്. ഞാൻ ഈ ഹജറുൽ അസ്വദിനെ മുത്തിയപ്പോൾ ഞാൻ എന്റെ പ്രിയപ്പെട്ട ലൈലയുടെ കൈത്തണ്ടയിൽ പിടിച്ച് അവളുടെ കവളിൽ മുത്തം കൊടുക്കുന്നത് പോലെ തോന്നി, അതാണ് എനിക്ക് കരച്ചിൽ കടുപ്പമായത്.
ഇത് കേട്ടപ്പോ വാപ്പാക്ക് ആകെ നിരാശയായി. വാസ്തവത്തിൽ കഥയിലെ ഒരു കാര്യമാണ് നമ്മൾ കേൾക്കുന്നതെങ്കിലും പലപ്പോഴും നമ്മൾ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ കരയാറുള്ളത്, അല്ലെങ്കിൽ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ നമ്മളുടെ ഹൃദയങ്ങൾ പടയാറുള്ളത് അല്പനേരത്തേക്ക് മാത്രമുള്ള ഒരു വികാരമാവുകയും അത് കഴിഞ്ഞാൽ അത് അസ്തമിച്ചു പോവുകയും ചെയ്യുന്നത് അപകടമാണ്. അള്ളാഹു നമുക്ക് ഇൽമിനെ കേൾക്കാൻ, അത് നന്നായി ഉൾക്കൊള്ളാൻ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനൊക്കെ തൗഫീഖ് തരുമാറാകട്ടെ. അബു മൻസൂർ ഗ്രാമപ്രദേശത്തേക്ക് പോയി. തളർന്നുറങ്ങി ബോധക്ഷയനായി ഒരു വൃക്ഷത്തിന്റെ തണലിൽ അദ്ദേഹം കഴിഞ്ഞുകൂടി. കുറെ നേരത്തിന് ശേഷം അദ്ദേഹം മെല്ലെ കണ്ണു തുറന്നപ്പോൾ ഒരു ആള് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു പാത്രത്തിൽ പാലുമായി കാത്തു നിൽക്കുന്നു. ഈ വിജനമായ സ്ഥലത്ത് ഒരു പരിചയമില്ലാത്ത താങ്കൾ ഉറങ്ങിക്കിടക്കുന്ന എന്നെയും പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ കാത്തു നിൽക്കാൻ എന്താണ് പ്രേരകമെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഈ ഉറക്കത്തിൽ നിന്നും ഒന്ന് ഉണരാൻ വേണ്ടി കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് നേരം കുറയായി. നിങ്ങൾ ഒരു ബോധവുമില്ലാതെ ബോധക്ഷയനായി കിടക്കുകയായിരുന്നു. ഇത്രയും നേരം കാത്തുനിന്ന് നിങ്ങളെ എഴുന്നേൽപ്പിച്ച് ഇതൊന്ന് കുടിപ്പിച്ച് നിങ്ങളുടെ ക്ഷീണം മാറ്റാൻ ഞാൻ അത്യാഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് കാത്തുനിന്നത്. ആ മനുഷ്യന്റെ സംഭാവന സ്വീകരിച്ച് പാലും മറ്റുമൊക്കെ കുടിച്ചിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നീ ഇത്രയേറെ ആരും കാണാത്ത, ആരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാത്ത ഈ വിജനമായ സ്ഥലത്ത് ഇങ്ങനെ ഒറ്റപ്പെട്ട് വന്നു കിടന്ന എനിക്ക് ആഹാരം തരാൻ നിനക്ക് എന്ത് പ്രേരണ എവിടുന്നാണ് കിട്ടിയത്? എനിക്ക് വെള്ളം കുടിപ്പിക്കാൻ നിന്നെ ആരാണ് പ്രേരിപ്പിച്ചയച്ചത്? അദ്ദേഹം പറഞ്ഞു, ഞാനൊരു സാധാരണ തൊഴിലാളിയാണ്. ഞാൻ ഈ ഗ്രാമത്തിന്റെ ഉൾപ്രദേശത്ത് വസിക്കുന്നവനാണ്. ഞങ്ങൾ പട്ടണവുമായുള്ള ബന്ധം വളരെ കുറവാണ്. ഒരിക്കൽ ജീവിതത്തിൽ യാദൃച്ഛികമായി പട്ടണത്തിലേക്ക് ഞങ്ങൾ യാത്ര പോയി. ആ പട്ടണത്തിൽ തിങ്ങി നിറഞ്ഞ സദസ്സിനെ സംബോധന ചെയ്തുകൊണ്ട് ഒരു വലിയ മതപ്രഭാഷകൻ പ്രസംഗം നടത്തുന്നത് കേട്ടു. ആ പ്രസംഗത്തിന്റെ സദസ്സിൽ ഞങ്ങളും പങ്കെടുത്തു. തിക്കും തിരക്കും കാരണം, ആൾക്കൂട്ടത്തിന്റെ ആധിക്യം കാരണം പ്രസംഗിച്ച ആളെ ഒന്ന് കാണാൻ പോലും പറ്റിയില്ല, ഒന്ന് കൈപിടിക്കാനും പറ്റിയില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നന്നായി ശ്രദ്ധിച്ചു കേട്ടു. അത് ഞങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ഒളിപ്പിച്ചു വെക്കുന്നു, സൂക്ഷിച്ചു വെക്കുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ ഒരു അമലാണ് ഇന്ന് ഞാനിവിടെ പ്രാവർത്തികമാക്കിയത്. വഴിപോക്കരായി, വഴിയാത്രക്കാരായി അലഞ്ഞു തിരിയുന്ന ആളുകൾ എവിടെയെങ്കിലും ഒറ്റപ്പെടുകയോ അകപ്പെട്ടു പോവുകയോ ചെയ്താൽ അവർക്ക് സഹായം ചെയ്യുന്നതിന് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ടെന്ന് അദ്ദേഹം പ്രസംഗിച്ചു. അതിനുശേഷം ഞാൻ എന്റെ തൊഴിലിനോടൊപ്പം ഈ നിലയിൽ എവിടെങ്കിലും ആരെങ്കിലും അവശരായി കിടക്കുന്ന കണ്ടാൽ അവർക്ക് ശുശ്രൂഷ ചെയ്യുന്നു. അത് അന്നു മുതൽ ഇന്ന് വരെ ഞാൻ പതിവാക്കിയിരിക്കുന്നു. അതിന്റെ പ്രതിഫലത്തെ സംബന്ധിച്ചിട്ട് ഞാൻ കേട്ടു. ആരാണാവോ നീ പറയുന്ന പ്രാസംഗികൻ? ആ മനുഷ്യൻ പറഞ്ഞു, ആളുകൾ പറഞ്ഞു കേട്ടത് അദ്ദേഹത്തിന്റെ പേര് അബൂ മൻസൂർ എന്നാണ്, അബൂ മൻസൂർ. പക്ഷെ എനിക്ക് നേരിട്ടൊന്ന് കാണാൻ പോലും സാധിച്ചില്ല. അബൂ മൻസൂർ, സാക്ഷാൽ അബൂ മൻസൂർ ആണല്ലോ ഇത് കേൾക്കുന്ന. അദ്ദേഹത്തിന് ആശ്വാസമായി, സമാധാനമായി എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തിന്റെ കൈപിടിച്ചിട്ട്, അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ, നീ പറയുന്ന അബൂ മൻസൂർ ഞാനാണ്. ഞാൻ ഈ യാത്ര ഇങ്ങനെ ക്ഷീണിതനായി ഇവിടെ എത്തിയതിന്റെ പൊരുള് എന്റെ പ്രസംഗത്തെ ജനങ്ങൾ എങ്ങനെ ഉൾക്കൊണ്ടു എന്ന് പഠിക്കാനുള്ള ഒരു അന്വേഷണ യാത്രയായിരുന്നു. ആ യാത്രാമധ്യയാണ് ഞാൻ ഈ കോലത്തിൽ നിന്റെ മുമ്പിൽ എത്തിപ്പെട്ടത്. നിന്നിൽ നിന്നും എനിക്കൊരു ആശ്വാസം കിട്ടിയത് സമാധാനമായി. വാസ്തവത്തിൽ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളും ആലോചിക്കേണ്ടത്, പരിശുദ്ധ റമളാൻ അതിന്റെ ആദ്യ നാള് മുതൽക്ക് നമ്മൾ ദീൻ പറയുന്നു, ദീൻ കേൾക്കുന്നു. വ്യത്യസ്തങ്ങളായ സദസ്സുകളിൽ നിന്നും വ്യത്യസ്തരായ ആളുകളിൽ നിന്നൊക്കെ നമ്മൾ കേൾക്കുന്നു. അതിനു പുറമെ നമ്മളുടെ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദീനിന്റെ ഇൽമിനെ കേൾക്കാൻ ശ്രമിക്കുന്നു, പറയാൻ ശ്രമിക്കുന്നു. പക്ഷെ നമ്മുടെ സമുദായത്തിൽ അതിന്റെ അമല് എത്രത്തോളമുണ്ട്, ആ അമല് എത്രത്തോളം ഉൾക്കൊള്ളാൻ നമ്മുടെ സമുദായം സന്നദ്ധരാകുന്നുണ്ട്, തയ്യാറാകുന്നുണ്ട്? നമ്മളുടെ ഈമാനിന്റെ കാര്യത്തിൽ, അമലെ സാലിഹാത്തിന്റെ കാര്യത്തിൽ, ഇബാദത്തുകളുടെ കാര്യത്തിലൊക്കെ നമുക്ക് ഏത് നിലയിലുള്ള പരിവർത്തനമാണ്, പുരോഗതിയാണ് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ വഅമലിൻ ലാ യുഖ്ബൽ എന്ന് ദുആ ചെയ്യുമായിരുന്നു. നാഫിആകാത്ത ഇൽമിൽ നിന്നും ഞാൻ അല്ലാഹുവിനോട് കാവലിനെ തേടുന്നു, മഖ്ബൂലാകാത്ത അമലിൽ നിന്നും അല്ലാഹുവിനോട് ഞാൻ കാവലിനെ തേടുന്നു. എന്ന് പറഞ്ഞാൽ കേവലം ഒരു ബാഹ്യമായ ശബ്ദധ്വനികൾ മാത്രമാവുക, കേവലാർത്ഥത്തിലുള്ള ബാഹ്യമായ എന്തെങ്കിലും ഒരു പ്രകടനങ്ങളോ പ്രഹസനങ്ങളോ മാത്രമാകുന്ന ഇൽമും അമലും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടാതെ പോവുക. ഇൽമും അമലും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടാതെ പോവുക. അതിനെ സംബന്ധിച്ചിട്ട് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. പ്രിയമുള്ളവരെ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതെങ്കിലും ഒരു ഇൽമ് ഉമ്മത്തിന് പകർന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ അവിടുത്തെ ശ്രോതാക്കളായ സഹാബത്തിന്റെ സംഘം ആ ഇൽമിനെ പരിപൂർണമായ നിലയിൽ ഉൾക്കൊണ്ടു, അവരുടെ ഖൽബുകൊണ്ട്, അവരുടെ ജീവിതത്തിലൂടെ അതിനെ പ്രാവർത്തികമാക്കി. അങ്ങനെ ഇൽമ് അമലായി മാറിയപ്പോൾ, അത് ഹിദായത്തായി മാറിയപ്പോൾ
മറ്റുള്ളവർക്ക് മാർഗദർശനമാകാൻ അവരുടെ അമലുകൾക്ക് സാധ്യമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ജീവിതത്തിലും പരിശുദ്ധ ദീനിനോടും ദീനിന്റെ ഇൽമിനോടും ആ നിലയിൽ പെരുമാറുവാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും പരിശുദ്ധ റമദാനിൽ പട്ടിണിയിരുന്ന് നോമ്പെടുത്ത് ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അള്ളാഹു അതൊക്കെ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ ഇബാദത്തുകളോടൊപ്പം ഇന്നലെ നമ്മൾ ഖുതുബയിൽ അടക്കി സൂചിപ്പിച്ചതുപോലെ സമയക്കുറവ് കൊണ്ട് വിശദമായ നിലയിൽ പറയാൻ